ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഈസി പീസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അത്രയും സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് കുറച്ച് ഉപ്പെടുത്തിയിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും, 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും, 2 ടീസ്പൂണോളം കോൺഫ്ലവറും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 300 ഗ്രാമോളം ബോൺലെസ് ആയിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി കൈവച്ചിട്ട് നന്നായിട്ട് തിരുമ്മി അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി അരി വേവിക്കാനായിട്ട് അടുപ്പത്തോട്ടൊരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് 20 മിനിറ്റ് കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന 1.5 കപ്പ് ബസ്മതി റൈസാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 80% മാത്രം അരി വെന്താൽ മതി, ഇത്രയും മതിയാവും കേട്ടോ. ആ ഒരു ടൈമിൽ ഞാൻ ചിക്കനും ഫ്രൈ ചെയ്യാനായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ 2 ബാച്ചായിട്ടാണ് കേട്ടോ ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അരി നന്നായിട്ട് തന്നെ ഡ്രെയിൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അരി കുക്ക് ചെയ്ത പാത്രത്തിലോട്ട് തന്നെ ഒരു 2 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക. ബട്ടർ എപ്പോഴും ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കൂട്ടും കേട്ടോ. ഇനി അതിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള 1.5 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു സവാളയുടെ പകുതിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. സവാള കുനുകുനാന്നരിഞ്ഞാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനിയെല്ലാം ഫാസ്റ്റ് കുക്കിംഗ് ആണ്. അപ്പോൾ സവാള ഒന്ന് വാടി വരുന്ന സമയത്ത് ഇപ്പോൾ കുറച്ച് അധികം വെജിറ്റബിൾസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ക്യാരറ്റും അതുപോലെ 4 ബീൻസുമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. വെജിറ്റബിളിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. ക്യാരറ്റും ബീൻസും ചേർത്തിട്ട് ഒരു 2 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ക്യാബേജും പിന്നെ ക്യാപ്സിക്കവും ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് പിന്നെയും ഒരു 2 മിനിറ്റോളം ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതൊന്ന് സോട്ടായി വരുമ്പോഴേക്കും ഈ നടുക്കോട്ട് ഒരു കുഴി അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് 2 മുട്ടയാണ് കേട്ടോ ഞാൻ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായിട്ട് കിട്ടും കേട്ടോ. ഇപ്പം മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ കാശ്മീരി മുളകാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നത്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ തന്നെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള റൈസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ചേർത്തിട്ട് കയ്യിലിരിക്കുന്ന തവി വെച്ചിട്ട് റൈസിനെ ഒന്ന് നിരത്തി കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയാൽ മതി. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുള്ള ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്യുന്ന സമയത്ത് അതൊന്ന് പിച്ചിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. കൂടെ തന്നെ 2 ടീസ്പൂൺ അളവിൽ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1 ടീസ്പൂൺ അളവിൽ പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്പൈസ് ലെവൽ അനുസരിച്ചിട്ട് വേണം മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെയൊക്കെ അളവ് തീരുമാനിക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് കുറച്ചധികം മല്ലിയില ഇതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എനിക്ക് കുറച്ച് സോയാ സോസിൻ്റെ കുറവ് തോന്നി, അതുകൊണ്ട് കുറച്ചും കൂടി ഒരു 1/2 ടീസ്പൂണും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആ തവി അങ്ങ് മാറ്റിയിട്ട് അല്ലാണ്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഇതുപോലൊന്നും മിക്സാക്കി കൊടുത്താൽ മതി. അപ്പം നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പാകത്തിന് റെഡി ആയിട്ടുണ്ട്. എരിവും ഉപ്പും എല്ലാം പാകത്തിനാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.